നമസ്കാരം. നിളയൊരു വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പിണറായി സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള താലൂക്ക് തല പരാതി പരിഹാര അദാലത്ത് പട്ടാമ്പിയിൽ നടന്നു. 300-ലേറെ പരാതികളാണ് അദാലത്തിന് മുൻപാകെ പരിഗണനയ്ക്കെത്തിയത്. വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പരാതികളിലായിരുന്നു അദാലത്തിന് മുന്നിലെത്തിയത്. പിണറായി സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് താലൂക്ക് തലത്തിൽ പരാതി പരിഹാര അദാലത്തുകൾ നടത്തിവരുന്നത്. കഴിഞ്ഞ മാസം നടത്താനിരുന്ന പട്ടാമ്പി താലൂക്ക് തല പരാതി പരിഹാര അദാലത്താണ് തിങ്കളാഴ്ച പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ വെച്ച് നടത്തിയത്. കരുതലും കൈത്താങ്ങും എന്ന പേരിൽ കൂടിയാണ് താലൂക്ക് തല അദാലത്തുകൾ നടത്തിവരുന്നത്. അദാലത്തിൽ ആകെ 890 പരാതികളാണ് ലഭിച്ചത്. ഇതിൽ 414 പരാതികൾ നേരത്തെ ഓൺലൈൻ മുഖാന്തരവും അക്ഷയ സെന്ററുകൾ എന്നിവ മുഖാന്തരവുമാണ് ലഭിച്ചത്. 476 പരാതികൾ അദാലത്ത് സജ്ജീകരിച്ച കൗണ്ടറുകളിൽ തത്സമയം ലഭിക്കുകയും ചെയ്തു. ഇതിൽ 321 പരാതികൾക്ക് തീർപ്പാക്കി. തത്സമയം ലഭിച്ച പരാതികൾ പരിഹരിക്കുന്നതിനായി ജില്ലാ കളക്ടർ മുഖേന ബന്ധപ്പെട്ട വകുപ്പിലേക്ക് അയക്കാനാണ് തീരുമാനിച്ചത്. ഉദ്യോഗസ്ഥലത്തിൽ പരിഹരിക്കാൻ കഴിയാത്ത പരാതികൾ സർക്കാരിലേക്ക് കൈമാറും. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിലെ ഓട്ടോത്തിൽ വെച്ചായിരുന്നു അദാലത്ത് നടത്തിയത്. മന്ത്രി MB രാജേഷ് മുഖാന്തരമായിരുന്നു പരാതികളുടെ പരിഹാരം. ഉപയോഗിക്കാത്ത വള്ളത്തിന് 7612 രൂപ വാട്ടർ അതോറിറ്റിയിൽ നിന്നും ബിൽ ലഭിച്ചെന്ന പരാതിയുമായാണ് ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ മോഹൻ നിവാസിൽ സി അച്യുതൻ അദാലത്തിലെത്തിയത്. 2021 മുതൽ 24 വരെയുള്ള കാലയളവിലെ തുക ഒഴിവാക്കി 6211 രൂപ ഇളവ് അനുവദിക്കുവാൻ മന്ത്രി MB രാജേഷ് അദാലത്തിൽ നിർദ്ദേശം നൽകുകയും ചെയ്തു. വവ്വാൽ കൂട്ടങ്ങളുടെ ശല്യം, റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റേണ്ടതുമായി ബന്ധപ്പെട്ട പരാതികൾ, ഭിന്നശേഷിക്കാരുടെ പരാതികൾ ഉൾപ്പെടെ വ്യക്തിപരവും അല്ലാത്തതുമായ നിരവധി പരാതികൾ അദാലത്തിന് മുന്നിലെത്തി. അദാലത്തുകളിലൂടെ നിയമപരമായി അനുകൂലമായി പരിഹാരം കാണുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി MB രാജേഷ് പട്ടാമ്പി താലൂക്ക് തല പരാതി പരിഹാര അദാലത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കഴിയുന്നത്ര പരാതികളിൽ നിയമപരമായി അനുകൂല തീർപ്പുണ്ടാക്കുക എന്നതാണ് സർക്കാരിന്റെ സമീപനം. അദാലത്തിൽ പരിഗണിക്കേണ്ട വിഷയങ്ങൾ നേരത്തെ നൽകിയതും ഓൺലൈൻ വഴി പരാതി സ്വീകരിച്ചതുമാണ്. പെട്ടെന്ന് തന്നെ പരാതികളിൽ തീർപ്പുണ്ടാക്കാൻ ഇത് സഹായിച്ചു. അദാലത്തിൽ ലഭിക്കുന്ന തുടർ നടപടികൾ വേണ്ട പരാതികളിൽ 2 ആഴ്ചയ്ക്കകം പരിഹാരം കാണുമെന്നും മന്ത്രി MB രാജേഷ് കൂട്ടിച്ചേർത്തു. നിയമപരമായി തീർപ്പാക്കാവുന്ന എന്നാൽ അനാവശ്യമായ കാലതാമസം ഉണ്ടായതും സാങ്കേതിക കുരുക്കുകളിൽ പെട്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് തീർപ്പുണ്ടാക്കുക. ഏത് അദാലത്താണെങ്കിലും നിയമം മറികടക്കാൻ പറ്റില്ല. ചിലരെങ്കിലും ധരിച്ചതായിട്ട് ഇതുവരെയുള്ള അദാലത്തുകളുടെ അനുഭവത്തിൽ നിന്ന് തോന്നിയിട്ടുണ്ട്. അദാലത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ നിയമവും കാറ്റിൽ പറത്തിയിട്ട് കാര്യങ്ങൾ നടത്തി തീരുമാനമെടുക്കാനുള്ളതാണ് എന്ന്. അങ്ങനെയല്ല, അത് ധരിക്കരുത്. നിയമവും ചട്ടവും പാലിച്ചുകൊണ്ട് തന്നെ, എന്നാൽ അത്തരം കേസുകളിൽ തന്നെ വേറെ പല തടസ്സങ്ങൾ പറഞ്ഞ കാലതാമസം ഉണ്ടാക്കിയതൊക്കെ ഉണ്ടാവും. അത് പരിഹരിക്കാനുള്ളതാണ് അദാലത്ത് എന്നത്. നിയമവിരുദ്ധമായ, തീർത്തും നിയമവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യത്തിൽ നമുക്ക് അനുകൂലമായി തീരുമാനമെടുക്കാൻ കഴിയില്ല. പക്ഷേ എന്നാൽ തെറ്റായി നിയമം വ്യാഖ്യാനിച്ചതുണ്ടാവും. നിയമം വളരെ യാന്ത്രികമായി വ്യാഖ്യാനിച്ച് പലതരത്തിലുണ്ടല്ലോ. അപ്പോൾ ബോധപൂർവം തീരുമാനമെടുക്കാത്തതോ അല്ലെങ്കിൽ എതിരായി തീരുമാനമെടുത്തതോ ഒക്കെ ഉണ്ടാവും. അത്തരം കാര്യങ്ങളൊക്കെ നമുക്കെന്ത് പരിശോധിച്ച് പട്ടാമ്പി ഗവൺമെന്റ് കോളേജ് ഓട്ടോത്തിലാണ് അദാലത്ത് നടന്നത്. ചടങ്ങിൽ മുഹമ്മദ് മോസിൻ MLA, ജില്ലാ കളക്ടർ ഡോക്ടർ S ചിത്ര, ഒറ്റപ്പാലം സബ് കളക്ടർ ഡോക്ടർ മിഥുൻ രാജ്, ADM K മണികണ്ഠൻ, ഡെപ്യൂട്ടി കളക്ടർമാരായ സച്ചിൻ കൃഷ്ണ, S സജീദ്, വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്തു. ചാലിശ്ശേരി തണത്തറ പാലത്തിന് സമീപം ടിപ്പർ ലോറികൾ കൂട്ടിയിടിച്ച് അപകടത്തിൽ 2 പേർക്ക് പരിക്ക്. തിങ്കളാഴ്ച പുലർച്ചെ 2:30യോടെയായിരുന്നു അപകടം. തണത്തറ പാലത്തിന് സമീപം നിർത്തിയിട്ടിരുന്ന ടിപ്പർ ലോറി തിരിച്ച് മെയിൻ റോഡിലേക്ക് കയറുന്നതിനിടെ കുന്നംകുളം ഭാഗത്തു നിന്നും വരികയായിരുന്ന മറ്റൊരു ടിപ്പർ ലോറി ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ മരത്തിലിടിച്ചാണ് ടിപ്പർ ലോറി നിന്നത്. അപകടത്തിൽ 2 ലോറികളിലെയും ഡ്രൈവർമാർക്ക് പരിക്കേറ്റു. 2 ലോറികളുടെയും മുൻവശവും തകർന്നു. കൂറ്റനാട് സെന്ററിൽ ബൈക്ക് നിയന്ത്രണം വിട്ട് മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഒരാൾക്ക് ഗുരുതര പരിക്ക്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 6 മണിയോടെയായിരുന്നു അപകടം. കൂറ്റനാട് സെന്ററിന് സമീപം തൃത്താല റോഡിലെ ഇറക്കത്തിലാണ് അപകടമുണ്ടായത്. തൃത്താല ഭാഗത്തേക്ക് പോകുകയായിരുന്ന ഇരുചക്രവാഹനം നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. പരിക്ക് പറ്റിയ ബൈക്ക് യാത്രക്കാരനെ ആദ്യം കൂറ്റനാട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പരിക്ക് ഗുരുതരമായതിനാൽ പിന്നീട് കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് 2ാമത് അഖില കേരള സെവൻസ് ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ മേള ഫെബ്രുവരി 1-ന് ആരംഭിക്കും.
GCC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും ജീവകാരുണ്യ മേഖലയിൽ നിറസാന്നിധ്യമായ മുക്കിലപീടിക മഹാത്മാ ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായാണ് പുലിക്കോട്ടിൽ കുര്യപ്പൻ കുഞ്ഞൻ മെമ്മോറിയൽ വിന്നേഴ്സ് ട്രോഫിക്കും UAE GCC കമ്മിറ്റി വിന്നേഴ്സ് ക്യാഷ് പ്രൈസിനും നാലകത്ത് ടിംബർ ഡിപ്പോ റണ്ണേഴ്സ് ട്രോഫിക്കും ബേക്കിംഗ് ചാലിശ്ശേരി റണ്ണേഴ്സ് ക്യാഷ് പ്രൈസിനും വേണ്ടിയുള്ള രണ്ടാമത് അഖില കേരള ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. ചാലിശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് ഫ്ലഡ് ലൈറ്റുകൾ ഉൾപ്പെടെയുള്ള പണികൾ അവസാന ഘട്ടത്തിലാണ്. കേരളത്തിലെ പ്രമുഖ ടീമുകൾ മത്സരിക്കുന്ന ഫുട്ബോൾ ടൂർണമെന്റിൽ പഴയ അടയ്ക്ക കേന്ദ്രം, പടിഞ്ഞാറേമുക്ക് പൂരാഘോഷ കമ്മിറ്റി, STU, CITU ചുമട്ടുതൊഴിലാളികൾ, 1984-85 SSLC പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ, ഈ തണലിൽ ഇത്തിരി നേരം, യുവചേതന പൂരാഘോഷ കമ്മിറ്റി ഉൾപ്പെടെ ഗ്രാമം ഒന്നടങ്കം പങ്കാളികളാകും. നാഗലശ്ശേരി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ സൗജന്യ പച്ചക്കറി വിത്ത് വിതരണവും കാർഷിക ക്ലാസും സംഘടിപ്പിച്ചു. ബാങ്കിന്റെ വജ്ര ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തുന്ന സമഗ്ര പച്ചക്കറി വികസന പദ്ധതി 2025ന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ബാങ്ക് ഹാളിൽ നടന്ന പരിപാടി ബാങ്ക് പ്രസിഡന്റ് PM ആര്യന്റെ അധ്യക്ഷതയിൽ കർഷക മിത്ര അവാർഡ് ജേതാവ് PG കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് കാർഷിക ക്ലാസുകൾ നടന്നു. ബാങ്ക് വൈസ് പ്രസിഡന്റ് KV പരമേശ്വരൻ സ്വാഗതവും ബാങ്ക് ഡയറക്ടർ V ഗംഗാധരൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. ബാങ്ക് സെക്രട്ടറി കൃഷ്ണകുമാർ, ബാങ്ക് ഭരണസമിതി അംഗങ്ങളായ രാജൻ മാസ്റ്റർ, TK ഉഷാകുമാരി, പ്രമീള, പഞ്ചായത്ത് പ്രസിഡന്റ് KP രാമചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. നമ്മുടെ കാലാവസ്ഥയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മഴ, വെയില്, ചെളി, വേർക്കുക. മഴക്കാലത്ത് നമ്മൾ വേർക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മഴക്കാലത്ത് നല്ല ഈ പറഞ്ഞ കർക്കിടക മാസത്തിൽ നമ്മൾ വേർക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും എന്തുകൊണ്ടാ വയർക്കണം എന്ന് വെച്ച് കഴിഞ്ഞാല് അന്തരീക്ഷത്തില് ഞങ്ങൾ പറയുക റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറയും. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ മോയിസ്ചറിന്റെ അളവ് എന്ന് പറയുന്നത് ഏകദേശം 90%. ഇപ്പൊ നിങ്ങൾ അളന്നോളൂ, ഒരു 85% ഉണ്ടാവും. അപ്പൊ അന്തരീക്ഷത്തില് ഈ ഹ്യൂമിഡിറ്റിയുടെ അളവ് കൂടുമ്പോൾ നമ്മൾ വയർക്കും. ഇതേ വയർപ്പ് നിങ്ങൾ കോയമ്പത്തൂർ പോയാൽ കിട്ടില്ല. ഇതേ വയർപ്പ് നിങ്ങൾ കർണാടക പോയാൽ കിട്ടില്ല. പലരും ഇതിനേക്കാൾ ചൂടുണ്ടാവും. കാരണം അവിടെ അന്തരീക്ഷത്തിലെ ഈ ഈർപ്പത്തിന്റെ അളവ് കുറവാണ്. കാലാവസ്ഥ നമ്മളെ സ്വാധീനിക്കും, കൃഷിയെ സ്വാധീനിക്കും, മൃഗങ്ങളെ സ്വാധീനിക്കും, സമഷ്ടിയിലെ സകല ജീവജാലങ്ങളെയും സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് കാലാവസ്ഥയാണ്. ഇന്ത്യൻ പീപ്പിൾസ് തിയേറ്റർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കൊപ്പം മണ്ണേങ്ങോട് ഏകദിന ശില്പശാല സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജനകീയ കലാപ്രസ്ഥാനമായ ഇന്ത്യൻ പീപ്പിൾസ് തിയേറ്റർ അസോസിയേഷന്റെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കൊപ്പത്ത് ഏകദിന ശില്പശാല സംഘടിപ്പിക്കുന്നത്. ഈ മാസം 30-ന് രാവിലെ 10 മണി മുതൽ സ്വാതന്ത്ര്യ സേനാനിയും MLAയുമായിരുന്ന EP ഗോപാലന്റെ മണ്ണേങ്കോടുള്ള മാവിൻചോട്ടിലാണ് ശില്പശാല ഒരുക്കിയിരിക്കുന്നതെന്ന് സംഘാടകർ പട്ടാമ്പിയിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 10-ന് എഴുത്തുകാരനും പ്രഭാഷകനുമായ അജിത് കൊളാടി ശില്പശാല ഉദ്ഘാടനം ചെയ്യും. പ്രൊഫസർ KC അരുണ അധ്യക്ഷത വഹിക്കും. മുഹമ്മദ് മോഹസിൻ MLA, OK സേതലവി തുടങ്ങിയവർ പങ്കെടുക്കും. സമര ചരിത്രത്തില് ഇറ്റയ്ക്ക് അതിൻ്റെതായ വളരെ മാന്യമായിട്ടുള്ള ഒരു സ്ഥാനമുണ്ട്. ആ ഒരു കാരണം കൂടി വെച്ചിട്ടാണ് പട്ടാമ്പിയുടെ സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ടുള്ള സഖാവ് EP-യുടെ ചരിത്രം ഇരമ്പുന്ന മാവിൻ ചുവട്ടിൽ വെച്ച് ഈ പരിപാടി സംഘടിപ്പിക്കാമെന്ന് ഇറ്റയുടെ ജില്ലാ കമ്മിറ്റി ഐകകണ്ഠ്യേന തീരുമാനിച്ചത്. മാത്രമല്ല, ഈ വാതിലുകൾ പൊട്ടിയടച്ച ഹാളിൽ നിന്നും ഒരു സാംസ്കാരിക തനിമയുള്ള വീട്ടുമുറ്റത്തേക്ക് പ്രകൃതിയുമായി ചേർന്ന് നിൽക്കുന്ന ഇടങ്ങളിലേക്ക് ഇറ്റയുടെ പരിപാടികൾ മാറ്റുക എന്നുള്ളതിൽ ഒരു സന്ദേശവുമുണ്ട്. ഇന്നത്തെ കാലത്ത് പ്രകൃതിയും അതിനോടനുബന്ധിച്ച അനുഭവങ്ങളും കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളും എന്തിനേറെ സ്വാതന്ത്ര്യ സമര ചരിത്രം പോലും അത്രമേൽ പരിഗണിക്കപ്പെടേണ്ട ഒന്നല്ല എന്നൊരു ചിന്താഗതി ഒരു വലിയ വിഭാഗം വെച്ചു പുലർത്തുന്നുണ്ട്. തിയേറ്റർ എന്ന ശില്പശാലയിൽ ചലച്ചിത്ര സംവിധായകൻ R ജയകുമാർ, CP മാനേക് ഷാ തുടങ്ങിയവരും പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ K കരുണാകരൻ, പ്രൊഫസർ KC അരുണ, ഹംസ തുടങ്ങിയവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. ചികിത്സ തേടി മുംബൈയിൽ നിന്നും തനിയെ സ്കൂട്ടർ ഓടിച്ച് കേരളത്തിലേക്ക്. ചികിത്സയ്ക്കൊടുവിൽ രോഗമുക്തി നേടി തിരികെ മടങ്ങാനൊരുങ്ങുകയാണ് സന്തോഷ് ദർബെ. പാർക്കിൻസൺസ് രോഗം ബാധിച്ച് ചലനശേഷി നഷ്ടപ്പെട്ട് ദുരിതത്തിലായിരുന്നു മുംബൈ പനവേൽ സ്വദേശി 48 വയസ്സുള്ള സന്തോഷ് ദർബയുടെ ജീവിതം. മുംബൈയിൽ മെക്കാനിക്കൽ ജോലി ചെയ്തു വരുന്നതിനിടെയാണ് രോഗം ബാധിക്കുന്നത്. ഇതോടെ വിറയലും പേശികളുടെ ദൃഢതയും കാരണം ദർബയ്ക്ക് ചലനശേഷി ഏതാണ്ട് നഷ്ടമായി.
മസ്തിഷ്കത്തിന്റെ ചില പ്രത്യേക ഭാഗങ്ങളിലെ കോശങ്ങളിൽ ആൽഫ സിന്യൂക്ലിൻ എന്നുപേരുള്ള ഒരുതരം മാംസ്യം ഉറഞ്ഞുകൂടി സൃഷ്ടിക്കപ്പെടുന്ന ലൂയി വസ്തുക്കൾ അടിയുന്നതിനെ തുടർന്ന് നാഡികൾക്ക് വ്യാപകമായി ക്ഷയമുണ്ടാകുന്ന ചലനരോഗമാണ് പാർക്കിൻസൺസ് രോഗം. ശരീരഭാഗങ്ങൾക്ക് വിറയലുണ്ടാവുക, പേശികൾക്ക് അയവില്ലാതാകുന്നത് മൂലം ശരീരഭാഗങ്ങളിൽ അസാധാരണമായ വിധത്തിലുള്ള ദാർഢ്യം കാണപ്പെടുക, ശരീരത്തിന്റെ ചലനശേഷി കുറഞ്ഞുവരിക എന്നിവയാണ് ലക്ഷണങ്ങൾ. രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് മേഴത്തൂരിലെ ഡോക്ടർ KV വിജയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ മെഡിക്കൽ സയൻസ് മാനേജിംഗ് ഡയറക്ടറും ചീഫ് ഫിസിഷ്യനുമായ ഡോക്ടർ KV വിജിത്തിന്റെ കീഴിൽ സെപ്റ്റംബർ മാസം ഓൺലൈൻ ചികിത്സ ആരംഭിച്ചു. 3 മാസത്തെ ചികിത്സയ്ക്കൊടുവിൽ പ്രകടമായ വ്യത്യാസവും നടക്കാനുള്ള ശേഷിയും സന്തോഷ് ദർബെ ഏതാണ്ട് വീണ്ടെടുത്തു. തുടർന്ന് ആയുർവേദ പഞ്ചകർമ്മ ട്രീറ്റ്മെന്റിനായി മേഴത്തൂരിലേക്ക് നേരിട്ടെത്താൻ ഡോക്ടർ നിർദ്ദേശം നൽകി. തുടർന്നാണ് യാത്രാമാർഗം ഡോക്ടറെ പോലും അറിയിക്കാതെ തന്റെ യമഹ എയറോക്സ് സ്കൂട്ടറിൽ തനിയെ മേഴത്തൂരിലേക്ക് യാത്ര തിരിക്കുന്നത്. 2 ദിവസത്തെ യാത്രയ്ക്കൊടുവിൽ ജനുവരി 8 മേഴത്തൂരിലെ ചികിത്സാ കേന്ദ്രത്തിലെത്തി. ഡോക്ടറെ പോലും അത്ഭുതപ്പെടുത്തിയാണ് സന്തോഷ് ദർബയുടെ സ്കൂട്ടറിലുള്ള രംഗപ്രവേശനം. തുടർന്ന് ആയുർവേദ പഞ്ചകർമ്മ ചികിത്സ, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, യോഗ എന്നിവ ഉൾപ്പെടുത്തിയുള്ള 20 ദിവസത്തെ തീവ്രപരിചരണത്തിനൊടുവിൽ സന്തോഷ് ദർബെ രോഗമുക്തി നേടി. ഈ മാസം 29 തിരികെ മടങ്ങാനുള്ളതിന്റെ ഒരുക്കത്തിലാണ് സന്തോഷ് ദർബെ. I am coming from Mumbai. I am Parkinson patient and Facebook पे मैंने इनका इस तरह का मैंने देखा, मैंने चेक किया कि पार्किंसन पेशेंट के ऊपर ट्रीटमेंट होता है, तो मुझे अच्छा लगा. तो मैंने 2 months का कोर्स कंप्लीट किया, तो आई एम बेटर. 15 days ट्रीटमेंट्स बेस्ट ट्रीटमेंट था. एंड यू आर फीलिंग बेटर नाउ? फीलिंग बेटर नाउ. ओके. वॉकिंग इशू था, वॉकिंग इशू वेरी वेल हो गया. बैलेंस प्रॉपर हो गया. ओके. स्पीकिंग प्रॉब्लम था, स्पीकिंग प्रॉब्लम भी सॉल्व हो गया. एंड इन स्टैंडर्ड में से 25% बेटर ഫീലിംഗ്. ഓക്കെ, ഫൈൻ. എന്നാൽ വന്ന പോലെ സ്കൂട്ടറിൽ തിരികെ മടങ്ങാനുള്ള ഡോക്ടറുടെ അനുമതി മാത്രം ലഭിച്ചില്ല. സന്തോഷ് ദർബെ 48 വയസ്സാണ്, ബോംബെയിൽ നിന്നാണ് വരുന്നത്. സെപ്റ്റംബർ മുതലാണ് നമ്മളിവിടെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയത്. അപ്പോൾ 2 മാസം മരുന്ന് ഇവിടുന്ന് ആദ്യം നമ്മൾ വീഡിയോ കൺസൾട്ടേഷൻ എടുത്ത് മരുന്ന് നമ്മൾ കൊറിയറായിട്ട് അയച്ചു കൊടുത്തു. 2 മാസം മരുന്ന് കഴിച്ചപ്പോഴേക്കും അദ്ദേഹത്തിന് നല്ല വ്യത്യാസം ഉണ്ടായി. അതിനുശേഷം 2ാമത്തെ സ്റ്റേജ് ഓഫ് ട്രീറ്റ്മെൻറ്റ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ഇവിടെ വന്ന് അഡ്മിറ്റായിട്ട് ഇപ്പോൾ 2 ആഴ്ച കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ എല്ലാ സിംറ്റംസും അത്യാവശ്യം നല്ല വ്യത്യാസമുണ്ട്. വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം വണ്ടി ഓടിച്ചിട്ടാണ് ബോംബെയിൽ നിന്ന് ഇതുവരെ വന്നത്. 2 വീലറിലാണ് ഇത് വന്നത്. തിരിച്ചു പോകുമ്പോൾ എന്തെങ്കിലും ട്രെയിനിൽ പോകാൻ വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. കാരണം ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് പിന്നെ വണ്ടി ഓടിച്ചുകൊണ്ട് ഒട്ടും റെക്കമെൻഡബിൾ അല്ല. അദ്ദേഹം വണ്ടി ഓടിച്ചുമ്പോൾ ഫിറ്റാണ്, പക്ഷേ ആയുർവേദ ചികിത്സകൾ കഴിഞ്ഞാൽ നമുക്ക് നല്ലിരിക്കൽ എന്ന് പറയുന്ന ഒരു കാര്യമുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ട്രെയിനിൽ ടിക്കറ്റ് കൊടുത്തിട്ട് വണ്ടിയും കൂടെ ട്രെയിനിലാണ് നമ്മൾ പാഴ്സലായിട്ട് ചെയ്യുന്നത്. ഇതോടെ തിരികെ ട്രെയിൻ മാർഗമാണ് മടക്കം. പട്ടാമ്പി കീഴായൂർ ഗവൺമെന്റ് UP സ്കൂളിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു. മുഹമ്മദ് മൂസിൻ MLA സംഗമം ഉദ്ഘാടനം ചെയ്തു. ഓർമ്മിക്കാം ഒരുമിക്കാം എന്ന പേരിലാണ് കീഴായൂർ ഗവൺമെന്റ് UP സ്കൂളിൽ പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം ഒരുക്കിയത്. സ്കൂളിന്റെ 100ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി കൂടിയായിരുന്നു അധ്യാപക പൂർവ്വ വിദ്യാർത്ഥി സംഗമം. മുഹമ്മദ് മോസിൻ MLA സംഗമം ഉദ്ഘാടനം ചെയ്തു. ആ ഗുരുക്കന്മാരെ ആദരിക്കുന്ന ഒരു ചടങ്ങ് ഇവിടെ നടക്കുമ്പോൾ, ഇന്ന് ഇവിടെ നടക്കുന്ന ചടങ്ങുകളിൽ ഏറ്റവും മഹത്തായ ചടങ്ങാണ് അത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അതിന്റെ ഭാഗമായിട്ട് കൂടി ഒന്ന് വന്നു പോകാം എന്ന് കരുതിയത്. ഈ വിദ്യാലയം ഇങ്ങനെ ആയിത്തീരുന്നതിനും കീഴായൂർ പ്രദേശം ഇന്നിപ്പോ ടൗണിന്റെ ഭാഗമാണെങ്കിലും ഒരു കുഗ്രാമമായിരുന്ന ഒരു കാലത്ത് ഈ കുഗ്രാമത്തിൽ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് അറിവിന്റെ വെളിച്ചം പകർന്ന് അവർക്ക് അവരുടെ സ്വന്തമായ ലോകം കണ്ടെത്തി പിടിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് അവരെ പ്രാപ്തരാക്കിയിട്ടുള്ള മഹാന്മാരായിട്ടുള്ള ആളുകളാണ് ഈ അധ്യാപകർ ഇവിടെ ഇരിക്കുന്നത്. അവരുടെ അന്നത്തെ സ്നേഹവും അവർ പഠിപ്പിച്ചതും അവിടെ നിന്ന് വളർന്നാണ് ഇന്ന് നമ്മൾ എവിടേക്ക് എത്തിയിട്ടുണ്ടോ അവിടേക്ക് എത്തിയിട്ടുള്ളത്. 2028 സ്കൂളിന്റെ 100ാം വാർഷികം കൊണ്ടാടുന്നത്. ഇതിന് മുന്നോടിയായാണ് 1928 ആരംഭിച്ച വിദ്യാലയത്തിലെ മുഴുവൻ പൂർവ്വ വിദ്യാർത്ഥികളെയും അധ്യാപകന്മാരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സംഗമം ഒരുക്കിയത്. ഗുരുവന്ദനം എന്ന പേരിൽ 70ഓളം പൂർവ്വ അധ്യാപകരെ ആദരിച്ചു.
നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു. സ്കൂൾ വികസന സമിതി ചെയർമാൻ എൻ രാജൻ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ ചെയർമാൻ എൻ മുരളീധരൻ, PTA പ്രസിഡന്റ് അബ്ദുൽ നാസർ, വൈസ് പ്രസിഡന്റ് പി മധു, സംഘടന സമിതി ചെയർമാൻ പി സത്താർ, പ്രധാനാധ്യാപിക പി ശ്രീലത, മറ്റു ജനപ്രതിനിധികൾ, അധ്യാപകർ, PTA ഭാരവാഹികൾ തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. വട്ടേനാട് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ അലുമിനി അസോസിയേഷൻ ഓഫ് വട്ടേനാട് സ്കൂൾ ആവാസ് ഔദ്യോഗികമായി നിലവിൽ വന്നു. 1961 മുതലുള്ള മുഴുവൻ പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധികളെയും ഉൾക്കൊള്ളിച്ചാണ് കൂട്ടായ്മ രൂപീകരിച്ചത്. രൂപീകരണ യോഗം 73-74 ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥിയും റിട്ടയർഡ് മേജറും സിനിമാ സംവിധായകനുമായ മേജർ രവി ഉദ്ഘാടനം ചെയ്തു. ഒരു കാലഘട്ടത്തിന്റെ മുഴുവൻ അംഗങ്ങളെയും ചേർത്തുപിടിക്കുന്ന ഒരു പ്രസ്ഥാനമായി ആവാസ് വളരട്ടെയെന്ന് അദ്ദേഹം ആശംസിച്ചു. എനിക്ക് ആ ആഗ്രഹത്തിന്റെ മുകളിൽ ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി ഞാൻ ഉദ്ഘാടനം ചെയ്യാൻ വരാമെന്ന് പറഞ്ഞതിൽ എന്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹം ഇത്രയേ ഉള്ളൂ. നമ്മൾ മാക്സിമം കുട്ടികളെ ഇതിനകത്തോട്ട് മെമ്പർഷിപ്പ് ആക്കുക. അത് 200 രൂപ എന്തായാലും അതിന്റെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ അവിടെ നടക്കും. ഇതിലാരെങ്കിലും നമ്മൾക്ക് എല്ലാവർക്കും കഴിവുണ്ടാവണമെന്നില്ല. ഫൈനാൻഷ്യലി വീക്കായിട്ടുള്ള നമ്മുടെ കൂടെ പഠിച്ചിട്ടുള്ള പലരും പല കോണിലും കിടപ്പുണ്ട്. അവരെ തേടി പിടിച്ച് എന്തെങ്കിലും ഫൈനാൻഷ്യലി ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഒരാൾ 100 രൂപ ഇട്ട് കൊടുത്താൽ മതി. ഒരു 3000-4000 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ 4 ലക്ഷം 5 ലക്ഷം ഒത്തുവരുന്ന സമാധാനം ചെയ്യുന്നത്. ഈ കൂട്ടായ്മ എന്തുകൊണ്ടും എല്ലാവരും എനിക്ക് വേണ്ടി വളർന്നില്ല. ആവാസിന്റെ ലോഗോ തയ്യാറാക്കിയ 74-75 ബാച്ചിലെ ആർട്ടിസ്റ്റ് രേവതി വേണുവിനെയും ആവാസ് എന്ന പേര് നിർദ്ദേശിച്ച 86-87 ബാച്ചിലെ സുനിലിനെയും 68-69 ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥിയായ VP ഐദ്രു മാസ്റ്റർ പൊന്നാടയണിയിച്ചും ഉപഹാരം നൽകിയും ആദരിച്ചു. M പ്രദീപ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ KC കൃഷ്ണകുമാർ അനുശോചന പ്രമേയവും MV രാജൻ റിപ്പോർട്ടും TK മുസ്തഫ വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. വിവിധ ബാച്ചുകളെ പ്രതിനിധീകരിച്ച് P സുരേഷ് കുമാർ, CP സുലൈമാൻ, അബ്ദുൾ റഷീദ്, നിഷ, സിദ്ദീഖ്, ശങ്കരനുണ്ണി, സതീഷ് കാക്കരാത്ത്, രാജേഷ്, രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഓരോ ബാച്ചിൽ നിന്നും 3 വീതം അംഗങ്ങളെ ഉൾപ്പെടുത്തി ജനറൽ കൗൺസിലും 21-അംഗ ഭരണസമിതിയും രൂപീകരിച്ചു. ഭാരവാഹികളായി M പ്രദീപ് പ്രസിഡന്റ്, MV രാജൻ സെക്രട്ടറി, TK മുസ്തഫ ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. സെപ്റ്റംബറിലെ ഓണാവധിക്ക് വിപുലമായ പൂർവ്വ വിദ്യാർത്ഥി സംഗമം, കുടുംബ സാമൂഹ്യ പഠനകാര്യങ്ങളിൽ പ്രയാസമനുഭവിക്കുന്ന കുട്ടികളെ ചേർത്തുനിർത്തൽ, SSLC കോച്ചിംഗ് സമയത്ത് ലഘുഭക്ഷണം, അർഹതയുള്ള കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണം, പഠനോപകരണങ്ങൾ, ക്യാമ്പുകൾ തുടങ്ങി ഭാവി പ്രവർത്തനങ്ങളും ചർച്ച ചെയ്തു. VP സലാം സ്വാഗതവും സെക്രട്ടറി MV രാജൻ നന്ദിയും പറഞ്ഞു. ഇതോടെ നിളയൊരു വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.